പിന്നെ ഉള്ളത് അപ്പുറത്ത് ശുഭ്മാൻ ഗിൽ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ള, ഫോമിലേക്കല്ല, അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറാണ് എന്നുള്ളതാണ് ഏറ്റവും സീസണിൽ ഫോമിലാണ്. മാത്രമല്ല 3 മത്സരങ്ങൾ ജയിച്ചു. പിന്നെ അദ്ദേഹം ഈ ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിൻ്റെ തലയിൽ നിൽക്കുന്നു എന്നുള്ളതും ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം ഈ വേദിയിൽ നിന്നിട്ട് പിന്നെ സഞ്ജുവിന് വേണ്ടിയിട്ട് എത്രയോ ഗില്ലിന് എടുത്തിട്ട് അലക്കിയ MSK ആണ്. നമ്മളിപ്പോൾ ആരും പേഴ്സണലായിട്ടല്ലല്ലോ പറയുന്നത്. നമ്മളിപ്പോൾ ഈ കളിയുടെ പിന്നെ നമ്മുടെ ധാരണകളും നമ്മുടെ ഐഡിയകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കളി എങ്ങനെ കാണുന്നു, ഇതിനിപ്പോൾ പലരും കമന്റായിട്ട് ഇവന്മാരൊക്കെ ആരാണ്, ഇല്ല, അത് കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ നിഗമനങ്ങൾ, നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ പഠനങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അല്ലാതെ നമുക്ക് തീരെ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഗില്ലിൻ്റെ ഫോം എന്നുള്ളത് തീർച്ചയായിട്ടും പിന്നെ ഗുജറാത്തിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നൊരു ഘടകമാണ്. ഗില്ലിൻ്റെ തലയിൽ ഓറഞ്ച് ക്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. IPL ബിഗ് ഹിറ്റ് തുടക്കത്തിൽ ഇടയ്ക്ക് വൈഭവ് സൂര്യവംശി ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായിരുന്നു 200 റൺസുള്ള സമയത്ത്. പിന്നെ അതിങ്ങനെ ഭയങ്കര ഓരോ ദിവസവും ചേഞ്ചായി വരികയാണ്. അതൊരു രസമുള്ളൊരു കാഴ്ചയാണ്. പർപ്പിൾ ക്യാപ്പ് ആ ഒരു ലൈനിൽ പ്രസിദ്ധ ബിഷ്ണോയ് അങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പം ചില സീസണുകളിൽ പിന്നെ ഒരു ഓറഞ്ച് ക്യാപ്പ് ഒരു 5-6 മത്സരത്തിന് ശേഷം ഓറഞ്ച് ക്യാപ്പ് കൊടുക്കാറില്ല. അതെ, അവരുടെ തലയിൽ തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. വിരാട് കോഹ്ലിയുടെ വെച്ചിട്ട് അടുത്ത മാച്ചിന് ഫീൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത മാച്ച് സ്റ്റാർട്ടിങ് തന്നെ അത് മാറുന്നുണ്ട്. അതെ, അത് ഈ IPL ആവേശമുള്ള ഒരു കാഴ്ചകളിൽ ഒന്നാണ്. കാരണം ഇടയ്ക്ക് വൈഭവ് സൂര്യവംശി വന്നു, പിന്നെ ഈ ശ്രേയസ് അയ്യർ വരുന്നു, വിരാട് കോഹ്ലി വരുന്നു, പിന്നെ ക്ലാസൻ വരുന്നു, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേര്. അങ്ങനെ അത് നോക്കുമ്പോൾ ഓരോ മത്സരങ്ങളും ആവേശമായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഓറഞ്ച് ക്യാപ്പിൻ്റെ മാറ്റങ്ങൾ. നമ്മൾ പൊതുവെ കുറച്ചുകൂടി ആവറേജ് കുറഞ്ഞ കളിക്കാർ, അല്ലെങ്കിൽ പിന്നെ പലപ്പോഴും പിന്നെ ആവറേജ് അല്ല സ്ട്രൈക്ക് റേറ്റിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന 2 കളിക്കാർ കഴിഞ്ഞ മത്സരങ്ങൾക്ക് ശേഷം ഓറഞ്ച് ക്യാപ്പ് ഹോൾഡ് ചെയ്തു എന്ന് നോക്കുമ്പോൾ വിരാട് കോഹ്ലി സ്ട്രൈക്ക് റേറ്റിൻ്റെ പുറത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഗിൽ അതേപോലെ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു താരമാണ്. അവർ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ ഈ ടൂർണമെന്റിൽ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും വി ആർ സ്റ്റിൽ നമ്പർ 1 ബാറ്റേഴ്സ് എന്ന രീതിയിൽ തെളിയിക്കാൻ വേണ്ടി തന്നെയാണ്.